പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്തിയുടെ നിറവും ഒത്തുചേർന്ന മനോഹരമായ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂരിലാണ് ഈ മനോഹര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ക്ഷേത്ര പരിസരവും സമ്മാനിക്കുന്ന മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചയാണ്. ഈ സമയത്ത് ഇവിടത്തേക്ക് സന്ദർശകരുടെ പ്രവാഹമാണ്. ക്ഷേത്രത്തിനു തൊട്ടുമുന്നിലൂടെ നിറഞ്ഞൊഴുകുന്ന അരുവിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ക്ഷേത്രത്തിനു മുന്നിലായി മനോഹരമായ വെള്ളച്ചാട്ടവുമുണ്ട്. ഈ അരുവി മുറിച്ച് കടന്നു വേണം ക്ഷേത്രമതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ. അരുവി കിടന്ന് കൽപ്പടവുകൾ കയറി ക്ഷേത്രമുറ്റത്തെ കൽവിളക്കിന് മുന്നിലെത്തിയാൽ കൈകൾ കുപ്പി പാതിയടഞ്ഞ മിഴികളുമായി തൊഴുതു നിൽക്കുന്ന ഭക്തർ. സ്വയംഭൂവായ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇരട്ട ശ്രീകോവിലാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. സുബ്രഹ്മണ്യസ്വാമിക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത്. നെയ്വിളക്കും ധാരയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിനുള്ളിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. വിവാഹ തടസ്സം മാറാൻ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമായി ഗണപതി സ്വാമിക്ക് തുടർച്ചയായി 7 വെള്ളിയാഴ്ചകളിൽ ഒറ്റയപ്പ നിവേദ്യം സമർപ്പിച്ചാൽ മതിയെന്നാണ് ഭക്തരുടെ വിശ്വാസം. മഹാദേവനെ തൊഴുതിറങ്ങിയാൽ പത്നിപുത്ര സമേതനായി അനുഗ്രഹമരുളുന്ന ശാസ്താവിനെ വണങ്ങാം. പത്നി പ്രഭയ്ക്കും പുത്രൻ സത്യകനുമൊപ്പമാണ് ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. സമീപത്തായി നാഗദൈവങ്ങളുമുണ്ട്. യക്ഷിയമ്മയും ഭദ്രകാളിയെയും വണങ്ങി സുബ്രഹ്മണ്യ സ്വാമിക്കരികിലെത്താം. പഞ്ചാമൃതവും പാലഭിഷേകവും ഒറ്റ നാരങ്ങാമാലയുമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നടയിലെ പ്രധാന വഴിപാട്. ഷഷ്ഠി പ്രദോഷ ദിവസങ്ങൾക്ക് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. മഴക്കാലമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മഴ കനത്താൽ ക്ഷേത്രമുറ്റവും നാലമ്പലത്തിനുള്ളിലും വെള്ളമെത്താറുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലൂടെ അരുവി ഒഴുകുന്നതുകൊണ്ട് അരുവിക്കൽ എന്ന പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. വെള്ളച്ചാട്ടത്തിനടിയിലായി ഒരു ഗുഹയുള്ളതായി പഴമക്കാർ പറയുന്നു. ശിവരാത്രിയും കർക്കിടകവാവും ഇവിടെ ഏറ്റവും തിരക്കനുഭവപ്പെടുന്നത്. വാവു ദിനത്തിൽ ബലിതർപ്പണത്തിനായി 100 കണക്കിന് ആൾക്കാർ എത്താറുണ്ട്. കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർ വെമ്പള്ളി വടക്കേക്കവല കഴിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞാൽ ക്ഷേത്രത്തിലേക്കല്ല. മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നവർ കുര്യൻ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയണം. എറണാകുളം ഭാഗത്തു നിന്ന് എത്തുന്നവർ കോതനെല്ലൂരിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് എല്ലാ റോഡുകളിലും ദിശാ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്.